ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയുടെ പേര് ഹൊറർ മൂവി. അപ്പം പേര് പോലെയല്ല, ഇതൊരു രസകരമായ കഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. റിയയും ശ്രിയയും സഹോദരിമാരാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. റിയ റിയ ആൻഡ് ശ്രിയ. റിയ ആൻഡ് ശ്രിയ. അപ്പം നമുക്ക് ഓപ്ഷൻ ജസ്റ്റ് ഞാനിവിടെ എഴുതാം. നിങ്ങൾ നമുക്ക് എഴുതാമെന്ന് നോക്കാം. ഇവിടെ 6 ഓപ്ഷനുണ്ട്, വേറെ ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? റിയ ആൻഡ് ശ്രിയ. ഇപ്പം നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓപ്ഷൻ എഴുതിയത്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്കറിയാം, റിയ ആൻഡ് ശ്രിയ സഹോദരിമാരാണ്. അപ്പം ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. ഒരു സഹോദരിമാരായിരുന്നു എന്നല്ല പറയുന്നത്. ആയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതുമ്പോൾ മനസ്സിലായി ഒരു പ്രസൻറ്റ് ടെൻസ്, ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? റിയ ആൻഡ് ശ്രിയ എങ്ങനെ എഴുതാം? നമുക്കിവിടെ വേർ കട്ട് ചെയ്യാം. നമുക്ക് 6 സെലക്ട് ചെയ്തു. റിയ ആൻഡ് ശ്രിയ ആർ സിസ്റ്റേഴ്സ്. റിയ ആൻഡ് ശ്രിയ ആർ സിസ്റ്റേഴ്സ്. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ റിയയും ശ്രീയും സഹോദരിമാരായിരുന്നു എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ആറിന് പകരം വേർ യൂസ് ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പം കാര്യം എന്താ? ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് വേർ യൂസ് ചെയ്യാമായിരുന്നു. ഇവിടെ സഹോദരിമാരായിരുന്നു എന്ന് എഴുതുമായിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പം സഹോദരിമാരാണ്, അതുകൊണ്ടാണ് നമ്മളവിടെ 6 യൂസ് ചെയ്തത്. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അപ്പം ഓൾറെഡി നമുക്കറിയാം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് വാസ് ഓർ വേർ യൂസ് ചെയ്ത് എഴുതാം ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൽ. അപ്പം അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ പറയണേ. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. റിയയും ശ്രീയും സഹോദരിമാരാണ്. റിയ ആൻഡ് ശ്രിയ ആർ സിസ്റ്റേഴ്സ്. റിയ ആൻഡ് ശ്രിയ ആർ സിസ്റ്റേഴ്സ്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവർ രാത്രി ഒരു ഹൊറർ മൂവി കാണുകയായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം എന്ന് നോക്കാം. അവർ ഒരു ഹൊറർ മൂവി. ഈ ഒരു എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഹൊറർ മൂവി. കാണുക എന്ന് വെച്ചാൽ എന്താ? വാച്ച്. അപ്പം ഇവിടെ ആയിരുന്നു, കാണുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ? ഓൾറെഡി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷേ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. അവിടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയത്. ഇനി നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവർ രാത്രി ഒരു ഹൊറർ മൂവി കാണുകയായിരുന്നു. അപ്പം അവർ അപ്പം നമുക്ക് കഴിഞ്ഞ് എന്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? നമുക്കിവിടെ ജസ്റ്റ് ഒരു ഓപ്ഷൻ എഴുതാം, ആർ വേർ. നമ്മൾ നമ്മൾ പഠിച്ചത് ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ആയിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ആർ കട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് വേർ എഴുതാം. വേർ. കാണുക എന്ന് വെച്ചാൽ എന്താ? വാച്ച്. ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ പറയാം, അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ എഴുതിയിട്ട് ബാക്കി എഴുതാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം വേർ. ഇവിടെ നിങ്ങൾക്ക് കാണാം സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് ആണ് സബ്ജക്റ്റ്. ഇവിടെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് എഴുതുന്നുണ്ട്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാസ് ഓർ വേർ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വേർ യൂസ് ചെയ്തു. ഇവിടെ വേർ യൂസ് ചെയ്യാൻ കാരണം എന്താ? കാര്യം ഇവിടെ 2 പേരുണ്ട്. അവർ എന്ന് പറയുന്നൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. വി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്ലൂറൽ സബ്ജക്റ്റാണെന്ന്. ഹീ ഷീ ഇറ്റൊക്കെ ആണെങ്കിൽ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ? വേർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വാസ് യൂസ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ 2 പേരുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വേർ യൂസ് ചെയ്തത്. നമ്മളിവിടെ വാസിനെ കട്ട് ചെയ്തു, വേറാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞെന്താ? പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഇവിടെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വാച്ചാണ് വെർബ്. അപ്പം വാച്ചിൻ്റെ കൂടെ ING നമ്മൾ ആഡ് ചെയ്യണം. വാച്ചിങ്. വേർ വാച്ചിങ്. പിന്നെന്താ? അവർ രാത്രി ഒരു ഹൊറർ മൂവി. അപ്പം നമുക്ക് എഴുതാം വേർ വാച്ചിങ് ഹൊറർ. വേർ വാച്ചിങ് ഹൊറർ മൂവി. എപ്പോഴാണ് കാണുന്നത്? അറ്റ് നൈറ്റ്. അപ്പം വേർ വാച്ചിങ് ഹൊറർ മൂവി അറ്റ് നൈറ്റ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കണോ? ഞാൻ ഒന്നും കൂടെ പറയാം. അവർ രാത്രി ഒരു ഹൊറർ മൂവി കാണുകയായിരുന്നു. വേർ വാച്ചിങ് ഹൊറർ മൂവി അറ്റ് നൈറ്റ്.
ദേ വെയർ വാച്ചിങ് എ ഹൊറർ മൂവി അറ്റ് നൈറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇളയ സഹോദരി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉറക്കെ ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴും മനസ്സിലായി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഇളയ സഹോദരി നമുക്ക് എങ്ങനെ പറയാം? യങ്ങർ സിസ്റ്റർ. അപ്പോൾ മൂത്ത സഹോദരി ആണെങ്കിൽ നമുക്ക് എൽഡർ സിസ്റ്റർ എന്ന് പറയാം. ഇത് ഇളയത് യങ്ങർ, മൂത്തത് എൽഡർ. അപ്പം അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉറക്കെ ചിരിച്ചു. അപ്പം ഇവിടെ ഉറക്കെ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ലൗഡ്. ചിരിക്കുക എന്ന് വെച്ചാൽ ലാഫ്. അപ്പം ഇവിടെ ചിരിച്ചു എന്നാണ്. അപ്പം നമുക്ക് ലാഫിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഇളയ സഹോദരി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉറക്കെ ചിരിച്ചു. നമുക്ക് എങ്ങനെ എഴുതാം? ദ യങ്ങർ സിസ്റ്റർ. യങ്ങർ സിസ്റ്റർ ഇളയ സഹോദരി. അപ്പം ചിരിക്കുക എന്ന് വെച്ചാൽ എന്താ? ലാഫ്. അപ്പം ഇവിടെ ചിരിച്ചു എന്നാണ്. അപ്പം നമ്മൾ പാസ്റ്റ് ഫോം ചിരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞു പോയ കാര്യമല്ലേ. അപ്പം നമ്മൾ ലാഫിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതണം. ലാഫിനെ പാസ്റ്റ് ഫോം ആക്കി ലാഫ്ഡ്. ദ യങ്ങർ സിസ്റ്റർ ലാഫ്ഡ്. എപ്പോഴാണ് ചിരിച്ചത്? വൈൽ. അപ്പം കണ്ടുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ കാണുകയ്ക്ക് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വാച്ച്. അപ്പം വൈൽ വാച്ചിങ് ദ മൂവി. നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറയാം. ഇളയ സഹോദരി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉറക്കെ ചിരിച്ചു. ദ യങ്ങർ സിസ്റ്റർ ലാഫ്ഡ് വൈൽ വാച്ചിങ് ദ മൂവി. ഇളയ സഹോദരി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉറക്കെ ചിരിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ സെൻറ്റൻസ്? നമുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കൂ. അപ്പം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. ജസ്റ്റ് ഇപ്പം ഞാൻ പറയാം. ദ യങ്ങർ സിസ്റ്റർ ലാഫ്ഡ് വൈൽ വാച്ചിങ് ദ മൂവി. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ യങ്ങർ സിസ്റ്റർ ആണ് സബ്ജക്റ്റ്. ജസ്റ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ദ യങ്ങർ സിസ്റ്റർ. അപ്പം ഇവിടെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഫാണ് വെർബ്. ലാഫ്ഡ് വെർബാണ്. പിന്നെന്താ? ഇപ്പോൾ ഈ ലാഫ്ഡ് എന്നുള്ളത് ലാഫിൻ്റെ പാസ്റ്റ് ഫോമാണ് ഞാൻ ഇവിടെ ആക്കി ലാഫ്ഡ്. പിന്നെ വൈൽ വാച്ചിങ് ദ മൂവി. അപ്പോൾ യങ്ങർ സിസ്റ്റർ ലാഫ്ഡ് വൈൽ വാച്ചിങ് ദ മൂവി. അപ്പോൾ ജസ്റ്റ് സബ്ജക്റ്റ് ആൻഡ് വെർബ് ഇത് നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണം. അതായത് എപ്പോഴും സബ്ജക്റ്റ് വെർബ് ഏതാ അതൊക്കെ നോക്കിയിരുന്ന് നമുക്ക് ഭയങ്കര പാടായിരിക്കും പഠിക്കാൻ. ഇത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മൂത്ത സഹോദരിക്ക് പേടിയായി. പേടിക്ക് നമ്മൾ എന്താ പറയുക? സ്കെയർ എന്ന് പറയാം, ഫ്രൈറ്റ് എന്ന് പറയാം, ഫിയർ എന്ന് പറയാം, അഫ്രൈഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ എൽഡർ സിസ്റ്റർ ബിക്കെയിം. ഞാനിവിടെ എന്തുകൊണ്ടാണ് ബിക്കെയിം എഴുതിയത്? കാര്യം എന്താ? കാര്യം ഓൾറെഡി ഈ ഒരു സെൻറ്റൻസ് പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ബിക്കമിൻ്റെ പാസ്റ്റ് ഫോമായ ബിക്കെയിം എഴുതിയത്. പിന്നെ ഞാൻ സ്കെയറിനെ സ്കെയർഡ് ആക്കി. കാര്യം സ്കെയർ എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഫോമാണ്, അതിൻ്റെ പാസ്റ്റ് ഫോമാണ് സ്കെയർ. അപ്പം നമുക്ക് ഒന്നും കൂടെ ഇംഗ്ലീഷിൽ പറയാം. ദ എൽഡർ സിസ്റ്റർ ബിക്കെയിം സ്കെയർഡ്. മൂത്ത സഹോദരി പേടിയായി. ദ എൽഡർ സിസ്റ്റർ ബിക്കെയിം സ്കെയർഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് സ്ക്രീനിൽ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? പെട്ടെന്ന് എന്ന് നമുക്ക് സഡൻലി എന്ന് എഴുതാം. ഒരു ഭൂതം. ഈ ഭൂതം എന്ന് ഉദ്ദേശിക്കുന്ന ഗോസ്റ്റ് എന്നാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഒരു ഭൂതം എന്നുള്ളതിന് ഞാൻ എ ഗോസ്റ്റ് എന്ന് എഴുതാം. അപ്പോൾ പ്രത്യക്ഷപ്പെടുക. അപ്പം നമുക്ക് അപ്പിയർ, നമ്മൾ പറയില്ല അപ്പിയർ. അപ്പം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ നമുക്ക് അപ്പിയറിൻ്റെ പാസ്റ്റ് ഫോം എഴുതാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ നോക്കാം. പെട്ടെന്ന് സ്ക്രീനിൽ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് എഴുതാം സഡൻലി പെട്ടെന്ന് എ ഗോസ്റ്റ്. അപ്പോൾ ഗോസ്റ്റ്, എ ഗോസ്റ്റ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എ ഉപയോഗിച്ചത്? കാര്യം ഒരു ഭൂതം. അപ്പോൾ ആ ഒരു എന്നുള്ളതിനാണ് ഞാൻ ഇവിടെ എ യൂസ് ചെയ്തത്. സഡൻലി എ ഗോസ്റ്റ്. പ്രത്യക്ഷപ്പെടുക എന്ന് വെച്ചാൽ എന്താ? ഇവിടെ എഴുതാം അപ്പിയർന്ന് പ്രസൻറ്റ് ഫോം. ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ അപ്പിയറിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കാം. അപ്പിയേർഡ്. സഡൻലി എ ഗോസ്റ്റ് അപ്പിയേർഡ്. എവിടെ വന്നത്? സ്ക്രീനിൽ. അപ്പോൾ നമുക്ക് ഓൺ ദ സ്ക്രീൻ എഴുതി. നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറയാം. പെട്ടെന്ന് സ്ക്രീനിൽ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. സഡൻലി എ ഗോസ്റ്റ് അപ്പിയേർഡ് ഓൺ ദ സ്ക്രീൻ. അപ്പം നെക്സ്റ്റ് പോയിന്റ്, മുതിർന്ന സഹോദരി പേടിച്ചിട്ട് കൂവി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മുതിർന്ന സഹോദരി എന്ന് വെച്ചാൽ എൽഡർ സിസ്റ്റർ.
പേടിക്കുക. പേടിക്കുകയ്ക്ക് നമുക്ക് സ്കെയർ എന്ന് പറയാം, ഫിയർ എന്ന് പറയാം എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞു കുറേ എക്സാമ്പിൾസ്. അപ്പോൾ കൂവുക. കൂവുക എന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മൾ പറയില്ലേ അലറി കരഞ്ഞു, കൂവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതിന് നമുക്ക് സ്ക്രീം എന്ന് പറയാം. അപ്പം ഇവിടെ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴും മനസ്സിലായ ഒരു പാസ്റ്റ് സെൻറ്റൻസ് ആണിത്. അപ്പം മുതിർന്ന സഹോദരി പേടിച്ചിട്ട് കൂവി. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ എൽഡർ സിസ്റ്റർ മുതിർന്ന സഹോദരി. അപ്പം പേടിച്ചിട്ട് കൂവി. അപ്പം പേടിക്കുക, കൂവുക. അപ്പം നമുക്ക് എങ്ങനെ പറയാം? അപ്പം ആദ്യം നമ്മൾ എഴുതാം സ്ക്രീം. അപ്പം കാര്യം കൂവി. അപ്പം ഇവിടെ ഓൾറെഡി കൂവി കഴിഞ്ഞു എന്നാണ്. അപ്പം നമ്മൾ സ്ക്രീമിനെ പാസ്റ്റ് ഫോം, കാര്യം ഒരു പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യം. അപ്പം നമുക്ക് സ്ക്രീമിൻ്റെ പാസ്റ്റ് ഫോം എഴുതാം. സ്ക്രീംഡ്. ദ എൽഡർ സിസ്റ്റർ സ്ക്രീംഡ് ഇൻ ഫിയർ. ഫിയർ എന്ന് വെച്ചാൽ എന്താ? പേടി. ദ എൽഡർ സിസ്റ്റർ എൽഡേഴ്സ് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു. ദ എൽഡർ സിസ്റ്റർ സ്ക്രീംഡ് ഇൻ ഫിയർ. മുതിർന്ന സഹോദരി പേടിച്ചിട്ട് കൂവി. ദ എൽഡർ സിസ്റ്റർ സ്ക്രീംഡ് ഇൻ ഫിയർ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇളയ സഹോദരി സന്തോഷത്തോടെ പോപ്കോൺ കഴിക്കുന്നു. അപ്പം ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി. അപ്പം ഇപ്പോൾ അവൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇളയ സഹോദരി, യങ്ങർ സിസ്റ്റർ. സന്തോഷം ഹാപ്പി, കഴിക്കുക എന്താ? ഈറ്റ്. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇളയ സഹോദരി സന്തോഷത്തോടെ പോപ്കോൺ കഴിക്കുന്നു. ദ യങ്ങർ സിസ്റ്റർ ഈറ്റ്സ് പോപ്കോൺ ഹാപ്പിലി. അപ്പം നമ്മളിത് എങ്ങനെ എഴുതിയത്? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എനിക്ക് കേട്ടപ്പോഴും മനസ്സിലായി ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്. ഇളയ സഹോദരി കഴിക്കുകയാണ്. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ ഞാനിവിടെ എഴുതി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇഎസ് ആഡ് ചെയ്തിട്ട് നമുക്കൊരു സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ യങ്ങർ സിസ്റ്റർ ആണ് സബ്ജക്റ്റ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം വെർബ്, ഇവിടെ വെർബ് എന്ന് പറഞ്ഞാൽ ഈറ്റ് ആണ്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് ഉണ്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇഎസ്. അപ്പോൾ വെർബിൻ്റെ കൂടെ നമുക്ക് എസ് ഓർ ഇഎസ് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ എല്ലാ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസിലും നമുക്ക് എസ് ഓർ ഇഎസ് ആഡ് ചെയ്ത് എഴുതാണ് വെർബിൻ്റെ കൂടെ. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും സബ്ജക്റ്റ് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലാർ സബ്ജക്റ്റ് ആണോ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. കാര്യം ഇവിടെ സബ്ജക്റ്റ് ദ യങ്ങർ സിസ്റ്റർ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എസ് ആഡ് ചെയ്തത്. ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ എസ് ഓർ ഇഎസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ ഇത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹീ ഷീ ഇറ്റൊക്കെ വരുമ്പോൾ നമുക്ക് എസ് ഓർ ഇഎസ് ആഡ് ചെയ്യാം. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വി ദേ. അപ്പോൾ അങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സിൽ നമുക്ക് എസ് ആഡ് ചെയ്യാൻ പറ്റില്ല, എസ് ഓർ ഇഎസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ഓർത്ത് വെച്ചേക്കും. ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസിൽ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ഇളയ സഹോദരി സന്തോഷത്തോടെ പോപ്കോൺ കഴിക്കുന്നു. ദ യങ്ങർ സിസ്റ്റർ ഈറ്റ്സ് പോപ്കോൺ ഹാപ്പിലി. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് ദ യങ്ങർ സിസ്റ്റർ, ഈറ്റ് ആണ് വെർബ്. ഞാൻ ജസ്റ്റ് വെർബ് എന്ന് ഇവിടെ എഴുതിയേക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതിയേക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മുതിർന്ന സഹോദരി പേടിച്ചിട്ട് അവളുടെ കണ്ണുകൾ അടച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നോക്കാം. The elder sister. അപ്പം കണ്ണുകൾ അടച്ചു. അപ്പോൾ എങ്ങനെ നമ്മൾ പറയാ? അപ്പം അടയ്ക്കുക എന്ന് വെച്ചാൽ എന്താ? ക്ലോസ്. അപ്പോൾ ഇവിടെ അടച്ചു എന്നാണ് ഞാൻ ക്ലോസിനെ പാസ്റ്റ് ഫോം ആക്കി, ക്ലോസ്ഡ് ആക്കി. ദ എൽഡർ സിസ്റ്റർ ക്ലോസ്ഡ് അവളുടെ കണ്ണുകൾ, ഹെർ ഐസ്. ദ എൽഡർ സിസ്റ്റർ ക്ലോസ്ഡ് ഹെർ ഐസ്. പേടിച്ചിട്ട് എന്നുള്ളത് നമ്മൾ ഇൻ ഫിയർ എന്ന് എഴുതി. നമ്മൾ എങ്ങനെ എഴുതിയത്? ദ എൽഡർ സിസ്റ്റർ ക്ലോസ്ഡ് ഹെർ ഐസ് ഇൻ ഫിയർ. മുതിർന്ന സഹോദരി പേടിച്ചിട്ട് അവളുടെ കണ്ണുകൾ അടച്ചു. ദ എൽഡർ സിസ്റ്റർ ക്ലോസ്ഡ് ഹെർ ഐസ് ഇൻ ഫിയർ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് സ്ക്രീനിലെ ഭൂതം അപ്രത്യക്ഷമായി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ ഈ ഒരു സെൻറ്റൻസും ഒരു കഴിഞ്ഞുപോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പെട്ടെന്ന് സ്ക്രീനിലെ ഭൂതം അപ്രത്യക്ഷമായി. Suddenly the ghost. അപ്പം അപ്രത്യക്ഷമാവുക നമുക്ക് എങ്ങനെ പറയാം? ഡിസപ്പിയർ. അപ്പം ഇവിടെ ഡിസപ്പിയറിൻ്റെ പാസ്റ്റ് ഫോമാണ് എനിക്ക് എഴുതേണ്ടത്. കാര്യം എന്താ? ഓൾറെഡി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് ഡിസപ്പിയേർഡ് എന്ന് എഴുതി. നിങ്ങൾക്ക് കാണാം ഡിസപ്പിയർ പ്രസൻറ്റ് ഫോം, അത് ഇ ഡി യൂസ് ചെയ്തപ്പം അതിൻ്റെ പാസ്റ്റ് ഫോമായി ഡിസപ്പിയേർഡ്. സഡൻലി ദ ഗോസ്റ്റ് ഡിസപ്പിയേർഡ്. എവിടെ നിന്നാണ്? ഫ്രം ദ സ്ക്രീൻ. സ്ക്രീനിൽ നിന്ന്. ഫ്രം ദ സ്ക്രീൻ. പെട്ടെന്ന് സ്ക്രീനിലെ
ഭൂതം അപ്രത്യക്ഷമായി. സഡൻലി ദ ഗോസ്റ്റ് ഡിസപ്പിയർഡ് ഫ്രം ദ സ്ക്രീൻ. സഡൻലി ദ ഗോസ്റ്റ് ഡിസപ്പിയർഡ് ഫ്രം ദ സ്ക്രീൻ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇത് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. നമുക്ക് നോക്കാം. 2 സഹോദരിമാരും പരസ്പരം നോക്കിയിട്ട് ഉറക്കെ ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. പരസ്പരം നോക്കുക, നമുക്ക് എങ്ങനെ പറയാം? പരസ്പരം നോക്കുക, ലുക്ക് അറ്റ് ഈച്ച് അതർ. അപ്പം ഇവിടെ പരസ്പരം നോക്കി എന്നാണ്. അപ്പം നമുക്ക് പാസ്റ്റ് ഫോമിൽ എഴുതണം. അപ്പോൾ ഉറക്കെ ചിരിക്കുക, ഉറക്കെ എന്ന് വെച്ചാൽ എന്താ? ലൗഡ്. ചിരിക്കുക, ലാഫ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. 2 സഹോദരിമാരും പരസ്പരം നോക്കിയിട്ട് ഉറക്കെ ചിരിച്ചു. The two sisters, 2 സഹോദരിമാർ. The 2 sisters. അപ്പം പരസ്പരം നോക്കുക എന്ന് വെച്ചാൽ എന്താ? ലുക്ക് അറ്റ് ഈച്ച് അതർ. അപ്പം നമ്മൾ നോക്കി എന്നാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? The 2 sisters. അപ്പോൾ ലുക്ക് എന്ന് വെച്ചാൽ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കി എന്നാണ്. നമ്മൾ ലുക്കിനെ പാസ്റ്റ് ഫോം ആക്കണം. ലുക്ക്ഡ്. The 2 sisters looked at each other എന്ന് വെച്ചാൽ എന്താ? പരസ്പരം. അപ്പം each other. The 2 sisters looked at each other and ചിരിക്കുക എന്ന് വെച്ചാൽ ലാഫ്. അപ്പം ഇവിടെ ചിരിച്ചു എന്നാണ്. അപ്പം നമ്മൾ ലാഫിനെ പാസ്റ്റ് ഫോം ആക്കി, ലാഫ്ഡ്. ഇ യൂസ് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, ലാഫ്ഡ്. പിന്നെന്താ? ആൻഡ് ലാഫ്ഡ്. ഉറക്കെ എന്ന് വെച്ചാൽ എന്താ? ലൗഡ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ലൗഡ്ലി എന്ന് എഴുതി ഞാൻ. The 2 sisters looked at each other and laughed loudly. 2 സഹോദരിമാരും പരസ്പരം നോക്കിയിട്ട് ഉറക്കെ ചിരിച്ചു. The 2 sisters looked at each other and laughed loudly. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.